ഗൈസ്, ഞാനിന്ന് പറയാൻ വരുന്നത് ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ബോയ് ഫ്രണ്ട് ഓർ ഗേൾ ഫ്രണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ താഴ്ന്നു പോകുന്നൊരു ഫീലിംഗ് ആണ്. എന്ന് വെച്ചാൽ എൻ്റെ ബെസ്റ്റിക്ക് ബോയ് ഫ്രണ്ട്, എനിക്ക് മാത്രം ബോയ് ഫ്രണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താ പോലെ തോന്നും. പക്ഷേ ചിലവർക്ക് അങ്ങനെ തോന്നാറില്ല. പിന്നെ അഥവാ ചിലവർക്കിപ്പോൾ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് വെച്ച് ഭയങ്കര ഷോ ഓഫൊക്കെ കാണിക്കും. ബിക്കോസ് എൻ്റെ പാർട്ട്ണറിന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാരൻസാണ്. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയാണ് എൻ്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കങ്ങനെ ബോയ് ഫ്രണ്ട് ആവശ്യമേ ഇല്ല. ഈ ബോയ് ഫ്രണ്ട് ഉണ്ടായാൽ നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ വിചാരം. ചിലപ്പോൾ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോവും, ചിലപ്പോൾ നമ്മളങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ദാറ്റ് ഈസ് യുവർ ചോയ്സ്. പക്ഷെ ചിലവരുണ്ട്, നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്, അവളിപ്പോൾ ഭയങ്കരമായിട്ട് അവൾക്ക് മാത്രം ബോയ് ഫ്രണ്ട് ഉള്ളൂ, അങ്ങനെ പറഞ്ഞ് ചില ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഫ്രണ്ട്സ് പിന്നെ ഉള്ളപ്പോൾ നമ്മളെ ബോയ് ഫ്രണ്ട് ഉപേക്ഷിച്ച് നമ്മൾ പറയും എൻ്റെ ഫ്രണ്ടിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്കും നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് പോകും. സോ നമ്മൾ ഇപ്പോൾ സ്നേഹിക്കുന്നത് സ്നേഹിച്ചോ, സ്നേഹിക്കുന്നത് സ്നേഹിക്കുന്നത്, ദാറ്റ് ഇസ് യുവർ ചോയ്സ്. പിന്നെ വേറെ ആൾക്കാർ പറയാനായിട്ട് നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ നിൽക്കണ്ട. ഇപ്പം പാരൻസ് ആരെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം, അല്ലാതെ ഈ ഫ്രണ്ട്സ് അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ ചില ഫ്രണ്ട്സ് അവർ സത്യം പറയും, എടി അവൻ്റെ സ്വഭാവം അങ്ങനെയല്ല, നീ സൂക്ഷിക്കണം, വേണമെങ്കിൽ നീ ഇട്ടിട്ട് പോയിക്കോ, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇട്ടിട്ട് പോയിക്കോ. കാരണം നമുക്കറിയില്ലല്ലോ അവരുടെ ഉള്ളിൽ എന്താണെന്ന്. പുറത്ത് നല്ല സ്നേഹത്തിൽ കാണിക്കുകയാണെങ്കിൽ അകത്ത് ചിലപ്പോൾ എന്താണെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റത്തില്ല. So guys, be careful.